നമസ്കാരം, ശ്രേയാസ് വഴി സ്വാഗതം. നമ്മൾ ഇന്ന് രാവിലെ എന്ന് വെച്ചാൽ മുരിങ്ങയില പറിക്കാൻ പോകണം. കണ്ണിന് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുരിങ്ങയില പറിക്കാം. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. കുഞ്ഞിന് ഇച്ചിരി മുരിങ്ങയില ഇതിങ്ങനെ തന്നെ പറിച്ചോട്ടെ, ഇവിടുന്നേ പറിച്ചോട്ടെ, ഇവിടുന്ന് എടുത്തോട്ടെ. ഇങ്ങനെ എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അതിപ്പോൾ ഇന്ന് സാധിച്ചു. ഇന്ന് ഒരു മുരിങ്ങയില തോരനാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചയായിട്ട് ഷൂട്ട് തിരക്കിലൊക്കെ ആയിരുന്നു. മോള് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ, ഫ്ലവേഴ്സിലും മഴവില്ലിലും ഒക്കെ ആയിട്ട് സ്കിറ്റുകളൊക്കെ ചെയ്ത് അങ്ങ് പോവാണ്. സത്യത്തിലുണ്ടല്ലോ, ആദ്യം നമ്മൾ മഴവില്ലിൽ പോകാൻ നേരം മോളെ തന്നെ കയറ്റി വിടാനാണ് ഉദ്ദേശിച്ചത്. കാരണം ഈ അന്ന് മഴവില്ലിൽ ഈ സ്റ്റാൻഡപ്പിൻ്റെ പരിപാടി ഉണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അല്ലടാ, ഇപ്പോഴും ഇല്ലേ? ഇപ്പം ഇല്ല. അന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് അത് ചെയ്യണമെന്ന് താല്പര്യമില്ലായിരുന്നു. മോളെ ഒന്ന് കയറ്റി, മോളാണ് ഒരു അത് എനിക്ക് സംശയം തോന്നിയെന്ന് പറഞ്ഞാൽ, അല്ല ചെയ്യുമെന്നൊരു വിശ്വാസം തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മുടെ വ്ളോഗ് ചെയ്തില്ല, ശ്രേയാസ് വേൾഡിൻ്റെ വ്ളോഗ്. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി, ഇത് പിടിച്ചോടാ, ആസ്പദമാക്കി പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പറിച്ചോട്ടെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിഷയത്തെ അധികരിച്ച് ഇന്ന വിഷയമാണ് ഇന്ന് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കള് അതങ്ങ് പറയുമായിരുന്നു. നമുക്ക് പിന്നെ ഒരു തടസ്സം നിർത്തുകയോ അങ്ങനെയൊന്നുമില്ല, അങ്ങ് കണ്ടിന്യൂ പോവായിരുന്നു. ഞാൻ ഇങ്ങനെ അറച്ചറച്ച് പറിക്കുന്നതിനാണെന്നറിയാം, ദേഹത്ത് വെള്ളം വീഴും. ഇന്നലെ മഴയായിരുന്നു. ഇത് പിടിച്ചു. ഇന്നലെ മഴയായിരുന്നു. അതാ ഇന്നലെ മഴയായിരുന്നു. അന്നേരമാണ് നമുക്കതൊരു എന്താ പറയുന്നത്, പുള്ളി ചെയ്യും എന്നുള്ളത് നമുക്കൊരു വിശ്വാസം തോന്നിയതേ. അപ്പം അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് 2 പേര് വേണമെന്ന്, മറ്റേ ഇത് സ്കിറ്റ് ചെയ്യാനേ. അപ്പം നമ്മൾ ഒരു ചെറിയൊരു സാധനം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അഥവാ ഇനിയും ഈ എന്നാ പറയുന്നത്, സ്റ്റാൻഡപ്പ് അല്ല എങ്കിൽ നമുക്ക് സ്കിറ്റ് ചെയ്യാം, നമ്മൾ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ. അപ്പോൾ അവർ അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് അവിടുത്തെ രീതികളൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ചില പോരായ്മകളൊക്കെ നമ്മളിലുണ്ടായിരുന്നു. ഞാൻ ആ പരിപാടിയൊന്നും അങ്ങനെ കാണുന്നില്ലായിരുന്നു. അപ്പോൾ മോള് കാണുമായിരുന്നു, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ കുറച്ചൊന്നോ രണ്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിങ്ങനെ നമ്മൾ കൂടെ ചെയ്യുമെന്നോ ഒന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല. നടപ്പിടിച്ചു. അത് വേണേൽ അവിടോട്ട് വെച്ചു, കൈ കഴിക്കും, അവിടോട്ട് വെച്ചു. ചെറിയ നമുക്കതിൻ്റെ ഒരു എന്താ പറയുന്നത്, മതിയോ? ഇത് ഇത്ര നമുക്കൊരു ചെറിയൊരു തോരനുള്ളതുണ്ടോ? ഇത് ഇലയൊക്കെ പറിച്ചു വരുമ്പോഴത്തേനെ ഒന്നും കാണത്തില്ല അല്ലേ? അത് മാത്രമല്ല, ഇത് ഇച്ചിരി ഒന്ന് അവിഞ്ഞ് കഴിയുമ്പോഴത്തേനെ, വെന്ത് കഴിയുമ്പോഴത്തേനെ അങ്ങ് ഒതുങ്ങിപ്പോവും അല്ലേ? അപ്പോൾ രഞ്ജമ്മ പറയുന്നത് ഇത് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് പറിച്ചേക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഓക്കെ. അന്നേരം ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്കിറ്റ് ചെയ്യണമെന്നുള്ളത്. സ്കിറ്റൊന്നും നമുക്ക്, ഞാനങ്ങനെ സ്കിറ്റൊന്നും ചെയ്ത് ശീലമൊന്നുമില്ല, നമ്മൾ ചെയ്തിട്ടുമില്ല. അതുമാതിരി തന്നെ അവിടുത്തെ ഒരു കോമഡി രീതിയുണ്ട്. അത് നമുക്ക് ട്രാക്കല്ലെന്നല്ല, നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും അങ്ങനെയല്ല, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടല്ല അതിൻ്റെ മനസ്സിലാവും. അവസാനം നമുക്കതിൻ്റെ ട്രാക്ക് പിടികിട്ടി. പിന്നെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് മറ്റേ വേറൊരു പരിപാടി വന്നായിരുന്നല്ലോടാ. അല്ല, മഴവില്ലിൽ തന്നെ അൺലിമിറ്റഡ് ചിരി വന്നപ്പോഴത്തേന് ആ സിസ്റ്റമൊക്കെ മാറി, അപ്ഡേഷനൊക്കെ വന്നു. കാരണം ഫ്ലവേഴ്സിലേക്ക് ഒരു അവസരം വന്നതും അതിലേക്ക് പോയി സിൽവറൊക്കെ അടിച്ച് മോള് കിടുക്കി കളഞ്ഞു അവിടെ എല്ലാവരെയും. അതിനകത്ത് രസം എന്താ പറയുക, നമ്മളെ ഈ സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോഴേ നമ്മളാരും കാണത്തില്ല. നമ്മളാരും കാണത്തില്ലേ ഈ സ്റ്റേജിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. മോടെ എൻട്രി മാറി നിൽക്കുമല്ലോ,
മോഡ് എൻട്രി അല്ല സോറി മോള് വരാൻ എൻട്രിയിലേക്ക് എത്താൻ വെയിറ്റ് ചെയ്യുമല്ലോ. പക്ഷേ ആ സമയത്ത് അവരെ ജഡ്ജസൊക്കെ മോളെ അവിടെ ശ്രദ്ധിക്കുക. അവിടെ കൊടുമ്പിരി കൊണ്ട് ഭയങ്കര ആക്ടിങ് ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ മക്കൾ അവിടെ നിന്ന് ആ സ്റ്റേജിൽ തയ്യാറാകുന്നതിന് മുന്നേ വരെ അവിടെ എല്ലാവരും ജഡ്ജസും അതെല്ലാം വാച്ച് ചെയ്യും. ഇങ്ങോട്ടോ വാച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇന്നത്തെ തോരനുള്ളതായി. എങ്ങനെയുണ്ട് ഗായ്സ്? ഇത് മറ്റേ പരിപ്പിനകത്തൊക്കെ ഇടാം, നല്ലതായിട്ടൊക്കെ വെക്കാം. കണ്ണിനൊക്കെ നല്ലതാണ് നമുക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ ഇത് നല്ല പ്രോട്ടീനാണ്. ഈ പിന്നെ പ്രോട്ടീനല്ല, സത്യം പറഞ്ഞാൽ ഒത്തിരി ഗുണങ്ങൾ ഇതിനുണ്ട്. ഈ മുരിങ്ങയിലയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഈ സാധനങ്ങളെക്കുറിച്ച് വലിയൊരു ബോധമില്ലാത്തതാണോ എന്താണെന്നറിയാം. എല്ലാവരും മറ്റേ ഈ ഇപ്പോഴത്തെ പുതിയ ഫുഡ് ഏതാണ്, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിലേക്കൊക്കെയാണ് എല്ലാവരും ഇപ്പോഴത്തെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ഇതുപോലെയുള്ള സാധനങ്ങളുണ്ട്. എവിടെയായാലും കയറി അങ്ങ് പറിച്ച് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഡെയിലി കഴിക്കേണ്ടതാണ്. ഇതൊന്നും എപ്പോഴും അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് തന്നെ നമ്മൾ ഇത് പറിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെ ഒരാഴ്ചയ്ക്ക് മേലെയായി. ഇന്നാണ് ഇപ്പോൾ പറിക്കാൻ പറ്റിയത്. അപ്പം പറഞ്ഞു വന്നത്, അങ്ങനെ സ്കിറ്റ് ഒക്കെ ചെയ്തു. അവിടെ എല്ലാവർക്കും നല്ല അഭിപ്രായമൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വളരെ സന്തോഷം തോന്നി. പിന്നെ അതുപോലെ തന്നെ ഈയിടെ ഞങ്ങൾ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ കണ്ടില്ലായിരുന്നു, പുതുപ്പള്ളി പള്ളിയെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ. അതിനകത്ത് നമ്മൾ അവിടെ പോയായിരുന്നു, പള്ളിയിൽ പോയായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഏകദേശം കുറച്ചടുത്തൊക്കെയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ മോടെ പ്രോഗ്രാം അന്നം കണ്ട് യൂട്യൂബിൽ കണ്ട ഒരു 2-3 ആൻറ്റിമാർ വന്നിട്ട് മോളുമായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും വന്ന് ഓരോ ഗുണദോഷങ്ങളൊക്കെ മോൾക്ക് അത് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു നല്ല രീതിയിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു രക്ഷിതാവെന്നുള്ള നിലയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇതിനകത്തെ ആ വ്ളോഗിൽ കുറേ എപ്പിസോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം മോള് ചെയ്ത സ്കിറ്റുകളാണ്. അപ്പം അതെല്ലാം എല്ലാവരും കാണണം, കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വ്ളോഗ് ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.